നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ് നിങ്ങളുടെ ഇഷ്ടതാരം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് മാഹിൻ മൂവാറ്റുപുഴ, സിംഗറാണ്. അതിലുപരി എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അതുപോലെ ഞാൻ മാസ്റ്റർ മനാഫ അതിനാണ് കോളനി എന്ന സിനിമയിൽ നായകനായിരുന്നു, അതിൽ വില്ലനായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടൻറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ പെരേരയെ കുത്തിന് പിടിച്ചിട്ട് 1 ലക്ഷം രൂപ താടാന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് വൈറലായിപ്പോയി. അതിലൂടെ മാഹിൻ ലോകം മൊത്തം അറിഞ്ഞു. അപ്പം മാഹിൻ മൂവാറ്റുപുഴ, വെൽക്കം. നമസ്കാരം അഭിലാഷ്. അങ്ങോട്ട് നോക്കി പറ. എങ്ങനെയുണ്ട്? സന്തോഷമായിട്ട് പോകണോ? സന്തോഷം. എങ്ങനെയുണ്ട് വൈറലായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പോലെ പിന്നെ പല ആൾക്കാരും പല സ്വഭാവമല്ലോ പോലെ അങ്ങനെയുണ്ട്. ഈ വൈറലാവാൻ കാരണം നമ്മുടെ പെരേര അല്ലേ? അതെ. പെരേര അങ്ങോട്ട് നോക്ക്. ഓക്കെ, പെരേര സാറാണല്ലോ വൈറലാവാൻ കാരണം. കണ്ടന്റ് അല്ലേ? പെരേര സാറ് ഭയങ്കര ഒരു മനസ്സുള്ളവനാണ്. അതെ, സന്തോഷം. പെരേരല്ലേ? ഡൂപ്പാണോ പെരേര? ഓ, ഇപ്പോൾ പെരേര ഇങ്ങോട്ട് കയറി കലയിൽ കിട്ടത്തില്ല. അപ്പം പെരേര മാഹിൻ മൂവാറ്റുപുഴ. അപ്പോൾ മാഹിൻ മൂവാറ്റുപുഴയോട് കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട ആദർശം എന്ന് ചോദിക്കുന്നതാണ് അല്ലേ? അയാൾ മറുപടി. പെരേര എങ്ങനെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്നത്തെ പെർഫോമൻസ്? ഡേഞ്ചർ ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നാലും പേടി തോന്നിയോ? പുള്ളി റിയലായിട്ട് കാണിച്ചു നിങ്ങൾ പെട്ടെന്ന് ഓഡിയൻസിന് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ചുമ്മാ ഒന്ന് ഒരു ചെറിയ സാധനം അന്ന് അവിടെ ചെയ്ത് ഒന്ന് കാണിക്കേ പ്രശ്നത്തിന് വേണ്ടി. എനിക്ക് തോന്നുന്നു ഒരുപാട് വേണ്ട, കയ്യേറ്റം വേണ്ട, അല്ലാണ്ട് ജസ്റ്റ് എന്ത് ഡയലോഗ്സ് ആണെന്നാണ് പറയുന്നത്. നീ 1 ലക്ഷം രൂപ തന്നെടാ. എനിക്ക് സൗകര്യമില്ല. എന്നാ സൗകര്യമില്ലാന്ന്? നീ എന്നെ കാശ് കൊടുത്താ നീ മറ്റേ നരസിംഹ മാമനെ കണ്ടിട്ടാ? അടിപൊളി. ഒരു നിമിഷം പെരേര സ്റ്റില്ലായി പോയി. അതുപോലെ ആക്ടിംഗ് ആണ് മിസ്റ്റർ മാഹിൻ മൂവാറ്റുപുഴ കാഴ്ചവെച്ചത്. ആദർശ് നല്ലൊരു കലാകാരൻ കേട്ടോ. ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ട് പോവാണ്. ഇപ്പോൾ ചാനലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് കുറച്ച് കാര്യങ്ങൾ അല്ലേ പെരേര ചോദിക്കാം മാഹിനോട്. മാഹിൻ മറുപടി തരും. ഓക്കെ. ഞാൻ സ്കൂൾ കാലം മുതലേ അഭിലാഷും ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പെരേര സാറായിട്ട് പരിചയത്തിലായത്. അപ്പോൾ ഞാൻ അനവധി സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അത്യാവശ്യം വലിയ പാട്ടുകാരനല്ലെങ്കിലും ദാസേട്ടൻ അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ പാടും. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. ഗൾഫിൽ നിന്നായാലും പല രാജ്യത്തു നിന്ന് ആൾക്കാർ വിളിച്ച് എന്നോട് സന്തോഷം അറിയിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷം. കാരണം ഒരു കലാകാരന് വേണ്ടത് ഏറ്റവും വലിയൊരു അപ്രീഷിയേറ്റ് ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നു പറയുമ്പോൾ എനിക്ക് സ്വന്തമായ ഒരു ഗുഡ്സ് ആപ്പ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ വരും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ താരമായി മാറാൻ കാരണം. ഈ താരമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജനങ്ങളാണ് പറയേണ്ടത്. പക്ഷെ പെരേര സാറിന് അത്രയും പറ്റില്ല. എങ്കിലും ഞാൻ ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മൂവാറ്റുപുഴ മേഖലാ പൗരസമിതിയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അൽ റഹ്മ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ചാരിറ്റി പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ചെറിയൊരു മെമ്പറും കൂടി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ വെച്ചാൽ ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും അങ്ങനെയൊന്നുമല്ല. മതങ്ങൾ ഒരു വേർതിരിവ് കാര്യങ്ങളൊന്നും നമുക്കില്ല. കാരണം നമുക്കെല്ലാവർക്കും വേണ്ടത് തന്നെ ജീവിതത്തിൽ ഭയവും പേടിയും സന്തോഷവും ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടാൻ പറ്റുള്ളൂ, ആർക്കായാലും. ഇപ്പോൾ പെരേര സാറിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. സാറിനെ കണ്ടുമുട്ടിയതിന് ശേഷം പറയുകയാണെങ്കിൽ സാറ് നല്ലൊരു മനുഷ്യനാണ്. കാരണം ഒരു പാവമാണ് ആള്. ആൾക്കാർ പറയും അവന് ബുദ്ധിയില്ലാന്ന്. പക്ഷെ ബുദ്ധി ഇല്ലാത്തവനൊന്നല്ല, നല്ല ബുദ്ധി ബോധം നല്ല കഴിവുള്ള ഒരു പയ്യനാണ്. അങ്ങനെ ആദർശം ചോദിച്ചത് നല്ലൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് നമുക്ക് എല്ലാവർക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കലയാണ് ഏറ്റവും വലിയ അല്ലേ? അപ്പൊ ആദർശം ഇപ്പോൾ ഒരു ക്യാമറമാനാണ്. ആദർശം അത് ചെയ്താലാണ് ഉപജീവനം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ നടക്കുമ്പോൾ 4 ആൾക്കാർ നമ്മൾ അറിയുകയാണ്. 4 ആളെന്നുള്ള പിന്നെ 4 ആൾക്കാർ അറിയണ്ടെങ്കിൽ ഇവരൊരു 40,000 ആൾക്കാരെങ്കിലും അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോട് വരുന്നു. എനിക്ക് നാണക്കേട് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഡിഫറെന്റ് ആയിട്ട് ഒരു കാര്യം വരാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. മനസ്സിലായ?
അങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ എല്ലാത്തിലും പെട്ടു പോകുന്നില്ല. കാരണം എനിക്ക് കേസ് ഉണ്ട്. അതൊക്കെ ഈ സാറിനെ പറ്റിയ ബുദ്ധിയില്ലായ്മയാണ്. മനസ്സിലായില്ലേ? ഈ സാറിന് ഇച്ചിരി ബുദ്ധി കുറവുണ്ടെന്ന് ജനങ്ങൾ പറയുന്ന ഒരു ചെറിയൊക്കെ ഞാനും വിശ്വസിക്കുന്നു. കാരണം 23 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ആ സാറിന് അതിനുള്ള ബുദ്ധിയും ബോധം ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ, വേറെ ഉദ്ദേശമൊന്നും പറഞ്ഞല്ല. സാറ് നല്ലൊരു മനുഷ്യനാണ്. കാരണം സാറാണ് നമ്മൾ ഓരോ രീതിയിൽ കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്നത് എല്ലാം. അപ്പൊ നമുക്ക് അവനെ വലിയ ഇഷ്ടമാണ് സാറിന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഇടപാട് വരുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക്. എന്നെ സംബന്ധിച്ച് നെഗറ്റീവിൽ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ബി പ്രാക്ടീസ് അല്ല, ഞാൻ പ്രാക്ടിക്കൽ ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് നെഗറ്റീവ് ഉള്ള ആൾക്കാരാണ്. ഞാൻ പോസിറ്റീവ് കൂടെ എങ്ങനെയും കയറി പറ്റണം എന്നുള്ള ആഗ്രഹക്കാരാണ്. ഇവരെ പോസിറ്റീവ് ആക്കണം, അതാണ് എന്റെ ആഗ്രഹം. മനസ്സിലായോ? ഞാൻ പല ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇവരെ പോസിറ്റീവ് ആക്കി എടുക്കണം. നെഗറ്റീവ് അല്ല ഏറ്റവും വലിയ വിജയം. അത് ഇവർക്ക് ഈ പൊട്ടന്മാർക്ക് അറിയില്ല. നെഗറ്റീവിലല്ല കാര്യം ഇരിക്കുന്നത്, പോസിറ്റീവിലാണ് കാര്യം ഇരിക്കുന്നത്. എന്നാലാണ് ഇവര് ആർട്ടിസ്റ്റുകളായ പോലും ബഹുമാനം കൊടുക്കുള്ളൂ. ഇവരുടെ വിചാരം ആർട്ടിസ്റ്റുകൾ കാണും ഇവര് കൈ കൊടുക്കുന്നത്, നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നമുക്കത് മനസ്സിലാവും. കാരണം നമ്മൾ മനുഷ്യരാണ്. മറ്റേ ആർട്ടിസ്റ്റുകൾക്കുള്ളിൽ ഒരു അനിയനെ പോലെ ഉണ്ട്. അത് സാറ് പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ. കാരണം എന്താ വെച്ചാൽ സാറിന്റെ അത് വിവേക ബുദ്ധിയാണ് സാറ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ഈ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അല്ലെ സന്തോഷ് വർക്കിനെ സ്നേഹിക്കുന്ന അദ്ദേഹം നല്ലൊരു ജീനിയസ് മാനാന്ന് ഞാൻ കേട്ടേക്കണത്. അറിവ് വെച്ച് എനിക്ക് അദ്ദേഹത്തായിട്ട് വലിയ പരിചയമില്ല എങ്കിലും. അപ്പൊ ഈ പൊതുവെ ഈ സാറ് പറയുന്ന കുറച്ച് മണ്ടത്തരം കാര്യങ്ങളുണ്ട്. ആ മണ്ടത്തരം കാര്യങ്ങൾ വിട്ട് ഈ സാറ് മാറി നിന്നാൽ ഈ സാറ് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ട് വലിയ അടുപ്പോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലുത് അദ്ദേഹത്തിന്റെ പപ്പയാണ്. മനസ്സിലായോ? അപ്പൊ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം വരും, അദ്ദേഹത്തിന്റെ കല്യാണമാണ് അതാണെന്ന് ഇതൊക്കെ പറയുമ്പോഴേക്കും അദ്ദേഹം വിശ്വസിക്കും. ഒരുപാട് ഫേക്ക് ഉണ്ട്, എന്നാലും നല്ല രീതിയിൽ വരട്ടെ. നല്ല രീതിയിൽ വന്ന് നമ്മളത് അടിച്ചു പൊളിച്ച് കല്യാണം കൂടിയിരിക്കും അല്ലേ ഈശ? എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കും എന്റെ കല്യാണം. അപ്പൊ ആദർശ് ബാക്കി കാര്യത്തിലോട്ട് വന്നില്ല. ആദർശ് പറയാനുള്ള പറയുക. അങ്ങനെയല്ല, ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പൊ സാറ് ഒരു സിനിമയിൽ പാടാൻ ഒരു അവസരം വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹമാണ്. സിനിമയിൽ പാടണം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അഭിനയമുണ്ട്, രണ്ടുമുണ്ട്. ആൾക്കാർ പറയുന്നത് സകല കലാവല്ലഭം പറയുന്നുണ്ട്. പാട്ടിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മനസ്സിലായില്ല? പാട്ടിനോട്. ചെറിയ ചോദ്യം, സിംഗർ ആണോ എന്നാണോ ആക്ടർ ആണോ എന്നാണ് ആഗ്രഹം? രണ്ടും കിട്ടിയ അത്രയും. എന്താണ് ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ ചെയ്ത് പറയും? ഞാൻ ബിരിയാണി വേണമെന്ന് പറയുള്ളൂ. അതാ ചോദിച്ചത്. അതുപോലെ ഒരു അല്ല, സാർ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സാർ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ രണ്ടും കൂടെ ഉദ്ദേശിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കണേ, ഞാൻ രണ്ടും ഉദ്ദേശിക്കുന്ന ആളാണ്. താങ്കൾ ഉദ്ദേശിച്ചോ? ഞാൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസൻ ആക്ടിങ് സിംഗിങ് അതുകൊണ്ടാണ് താങ്കൾ അതിലേക്ക്. വിനീത് ശ്രീനിവാസൻ എവിടെ കിടക്കുന്നു? ഇപ്പൊ സാധാ മായൻമാറ്റം എവിടെ കിടക്കുന്നു? വിനീത് ശ്രീനിവാസൻ ഏറ്റവും താഴെ തട്ടിൽ. കുറച്ച് കഴിവുണ്ട് പുള്ളിക്ക്. എനിക്ക് അതിന് കഴിവില്ല. ആർക്ക്? എനിക്കില്ല. കഴിവില്ല മാത്രമല്ല, താങ്കളുടെ അച്ഛനമ്മമാര് ഈ ഫീൽഡിലില്ല, സിനിമാ ഫീൽഡിലില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മളെ ഇപ്പൊ നെഗറ്റീവാണ് എനിക്കുള്ളതെന്ന് പറയുന്നു. പക്ഷെ ആ നെഗറ്റീവിലൂടെ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ട് നമ്മളോട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു 2026, 2027 ആകുമ്പോൾ എന്തായാലും സിനിമയിൽ ഗായകനായിരിക്കും. ഇതെന്റെ വാക്കാണ്. സന്തോഷം. ഓക്കെ. ആദർശ വേറെ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ പറയാം. ആ മതി. ഭാവി പ്ലാൻ. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി നടക്കുവാണെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ്. എന്റെയും വലിയൊരു ആഗ്രഹം സിനിമയിൽ പാടണമെന്നാണ്. അതും നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. സാറ് പറഞ്ഞതാണ് എനിക്കും പാടണമെന്ന്. കാരണം വെച്ചാൽ വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞപ്പോ പുള്ളൊരു പാട്ട് ഞാൻ പാടും. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാ, മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. സാറേ സാറേ സരി ഗമ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ശത്രുക്കളായാൽ വിടുപളയം പാളയമായാൽ
നടുവിടുന്നു പണിയായി ഒത്ത വേണിയിലെ മല്ലേ കുമ്പളകം തായി ഒത്തൊരുമിച്ചൊരു ഗാനം പാടിക്കട്ടെ മൊത്തം പേർക്കും കൊതിയായി മറ്റീസ്കാറ്റിൽ ചെതലായി ഓയ്യ ഓയ്യ ഇനിയൊരു ലൈറ്റ് മ്യൂസിക് കണ്ടുവരും അത് നിർത്തി നമുക്ക് ഇത് കാഴ്ച അവസാനിപ്പിക്കാം. ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര സിനിമയിലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള പാട്ട്, ഇതൊരു കോമഡി പാട്ടാ പാടിയത്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ്. അമ്പായം തണലിട്ട ഇടവയ്യും അത് ചെമ്മാരം തേയിലത്ത് ചെടിമൊഴിയേ അത് വങ്ങാത്ത ചെങ്ങാത്ത കുളനൊരുമോ അത് ചെങ്ങാത്ത പെങ്ങാത്ത കുളനൊരുമോ മാമ്പൂവിൻ മധുര. ആ പാട്ട് ഇങ്ങനെയല്ലേ സാറ്? അമ്മായം തണലിട്ട ചെറുവയലിൽ, അങ്ങനെയാണോ സാറേ ഇതിന്റെ ഉമ്മായം തൊറി തൊട്ട മാരനിൽ ചെമ്മാര പാടത്തെ നിറകിളിയേ ഇനി ചെമ്മാര പൂക്കുമ്പോ കൂടെ തരുമോ ഒരു മകാത്ത ചെങ്ങ കൂടെ തരുമോ മാമ്പൂവിൻ ചേലു ഒരു മധുര നിറം മാറുന്നോ കാണുന്നു പല വൈന പല്ലായിക്കാറ്റിൻ കുളസിട്ട ചിറകുകളാ